പ്രവചനാതീതവും അതിനിർണായകവുമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കേരളം. കേവലം 5 ദിനങ്ങൾ കൂടി കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലെത്തും. 3 മുന്നണികളുടെയും പ്രചാരണങ്ങളോടൊപ്പം വിവാദങ്ങളും കൊട്ടിക്കയറുകയാണ്. ഡീൽ മുതൽ അനൗൺസ്മെന്റ് വരെ എത്തി നിൽക്കുന്നു വിവാദ കുത്തൊഴുക്ക്. വിവാദങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്നു കാണണം. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്ക് വരെ സഞ്ചരിച്ച് ബാലറ്റ് റൈഡർ എന്ന പ്രത്യേക പരിപാടിയിലൂടെ വോട്ടർമാരുടെ പൾസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ച ന്യൂസ് മലയാളം സീനിയർ ന്യൂസ് എഡിറ്റർ സുജിത് ചന്ദ്രനാണ് ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത്. സുജിത്ത്, യാത്രകളിൽ തന്നെയാണ്, യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 5 നാൾ മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക്. ഒരു ട്രെൻഡ് ഉരുത്തിരിയുന്നുണ്ടോ? അടിയൊഴുക്കുകളുണ്ടോ? എന്താണ് വിലയിരുത്തൽ? ശ്യാമിലി, ഒരാഴ്ച മുമ്പ് പുറപ്പെട്ട നമ്മുടെ യാത്ര ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട യാത്ര കോഴിക്കോട്ട് എത്തി നിൽക്കുകയാണ്. ഈ യാത്രയുടെ തുടക്കഘട്ടത്തിൽ നമുക്ക് വിസിബിളായിട്ട് അങ്ങനെ ഒരു ട്രെൻഡ് കാണാനുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കാണുന്നുണ്ട് എന്നല്ല, ഞാനത് പറഞ്ഞു വരാം. അതായത് ആദ്യഘട്ടത്തിൽ ഒരു നിസ്സംഗത പൊതുവെ വോട്ടർമാരുടെ ഇടയിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ആളുകളോട് നേരിട്ടിറങ്ങിയ അഭിപ്രായം ചോദിക്കുകയാണല്ലോ. മോട്ടോർ സൈക്കിളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ വഴിയോരങ്ങളിലും കടകളിലും മാർക്കറ്റുകളിലും ഒക്കെ നമ്മൾ ഇറങ്ങിയ അഭിപ്രായം ചോദിക്കുന്നുണ്ട്, ആളുകളോട് സംസാരിക്കുന്നുണ്ട്. വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ, വയോവൃദ്ധരായിട്ടുള്ള ആളുകൾ, ചെറുപ്പക്കാർ, എല്ലാവരോടും സംസാരിക്കുമ്പോൾ പൊതുവെ ഒരു നിസ്സംഗ മനോഭാവം വോട്ടർമാർക്കിടയിൽ ശ്രദ്ധിച്ചിരുന്നു. രാഷ്ട്രീയ അഭിപ്രായമുള്ളവർ തീർച്ചയായിട്ടും അത് പറയും. ഇടതഭിപ്രായമുള്ളവർ അതും UDF-നോട് അനുഭാവമുള്ളവർ അതും BJP ആശയം പിൻപറ്റുന്നവർ അതും സ്വാഭാവികമായിട്ടും പറയുമല്ലോ. എങ്കിലും പൊതു വോട്ടർമാരെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന, ആറ്റിറ്റ്യൂഡിൽ നിന്ന് മനസ്സിലാവുന്ന ആളുകൾക്കിടയിൽ ഒരു നിസ്സംഗത നിഴലിച്ചിരുന്നു. പക്ഷേ അത് ആർക്കനുകൂലമായിട്ടാവാം ആ ഒരുപക്ഷെ നിസ്സംഗ വോട്ടുകൾ, ഒരുപക്ഷെ ഇനിയും തീരുമാനമെടുത്തിട്ടില്ലാത്ത വോട്ടുകൾ എന്ന് നമുക്ക് ഒരു പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കേരളം മുഴുവൻ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറി എന്നുള്ളത് ഇങ്ങനെ ഒരു ഗ്രേഡിയൻ്റ് മാറുന്നത് പോലെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആളുകൾ പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക്, തെരഞ്ഞെടുപ്പിൻ്റെ ഹീറ്റിലേക്ക് വീണ് കഴിഞ്ഞു. ചോദിക്കുന്നവരോടെല്ലാം, മൈക്ക് നീട്ടുന്നവർക്കെല്ലാം അതിനെക്കുറിച്ചൊരു അഭിപ്രായമുണ്ട്. എല്ലാവരും അത് തുറന്നു പറയുന്നില്ലെങ്കിൽ പോലും വിസിബിളായി നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന തരത്തിൽ ഒരു വലിയ വികാരം ഏതായാലും ഇപ്പോഴത്തെ നിലവിലെ സർക്കാരിനെതിരെ നിലനിൽക്കുന്നില്ല എന്നാണ് ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു തോന്നൽ. സ്വാഭാവികമായിട്ടും എതിരഭിപ്രായമുള്ളവർ, മടുത്തു എന്ന് പറയുന്നവരൊക്കെ ധാരാളം പേരുണ്ടെങ്കിൽ പോലും സാധാരണ മുൻ തെരഞ്ഞെടുപ്പുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു ആൻറ്റി ഇൻകംബൻസി വളരെ വിസിബിളായിട്ട് ഏതായാലും അങ്ങനെ കാണാനില്ല. എതിരഭിപ്രായമുള്ളവർ ധാരാളം പേരുണ്ട്, മാറണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. എങ്കിൽ പോലും പിന്നെ ഈ വിവാദങ്ങളൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. തീരുമാനമെടുക്കാതിരുന്നവരൊക്കെ ഏതാണ്ട് ഏറെക്കുറെ തീരുമാനിച്ചുറച്ച മട്ടിൽ ഒരു മനോഭാവം, ആറ്റിറ്റ്യൂഡിൽ വോട്ടേഴ്സ് കാണിക്കുന്നുണ്ട്. ഏതായാലും കേരളത്തിൽ ഇപ്പോൾ ഒരു ഈസി വോക്ക് ഓവർ 2 മുന്നണിക്കും ഇല്ല എന്നാണ് ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഒരു നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനിലേക്ക് തന്നെ ഇപ്പോൾ പല സർവേകളും അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. അങ്ങനെയാണ് നീങ്ങുന്നതെന്നാണ് തോന്നുന്നത്. ശ്യാമിലി, ശരി. സുജിത് ചന്ദ്രനാണ് വിവരങ്ങളൊക്കെ നൽകിയത്. എന്തായാലും RDX ഇതോടുകൂടി അവസാനിക്കുകയാണ്.